എല്ലാവർക്കും നമസ്കാരം. രുചിയുടെ ലോകത്തേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ രുചിയേറിയ വിഭവം നമുക്ക് പരിചയപ്പെടാം. ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേസ്റ്റി ആൻഡ് വെരി യമ്മി ഒരു ചിക്കൻ റോസ്റ്റാണ്. ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. മമ്മിയുടെ ചിക്കൻ റോസ്റ്റ് ഭയങ്കര ഫേമസ് ആണ്. റൈസിൻ്റെ കൂടെയാണെങ്കിൽ, ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണെങ്കിലും, അപ്പത്തിൻ്റെ കൂടെയാണെങ്കിലും, ചപ്പാത്തിയുടെ കൂടെയാണെങ്കിലും എല്ലാം പോകുന്ന ഒരു കിടു സൈഡ് ഡിഷാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് മമ്മി തന്നെ ഒന്ന് പറഞ്ഞു തരും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെയാണെന്ന് ആദ്യം തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പം മമ്മി ഒന്ന് പറഞ്ഞേക്കെ, എന്നൊക്കെ ഇവിടെ നമ്മൾ എടുത്തേക്കണേ? 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകിയതാ അല്ലേ? നന്നായിട്ട് വൃത്തിയാക്കി ഉപ്പിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് 2 കിലോ ചിക്കൻ. വെള്ളവും വാർത്തിട്ടുണ്ട് അല്ലേ? വാർന്നു പോയി. ഓക്കെ. പിന്നെ സവോള. സവോള എന്തോരം എടുത്തിട്ടുണ്ട് നമ്മൾ? 4 സവോള ചെറുതായിട്ട് മുറിച്ചെടുത്തേക്കുന്നത്. ഓക്കെ. പിന്നെ കറിവേപ്പില. 2 പച്ചമുളക്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ച പേസ്റ്റാണിത്. ഓക്കെ. പിന്നെ പെരിഞ്ചീരകം. പെരിഞ്ചീരകം പോട്ടെ. ഗരം മസാല. ഗരം മസാല അതിവിടെ പൊടിച്ചതാ അല്ലേ നമ്മൾ? അത് ഞാൻ തനിച്ച് പൊടിച്ചുണ്ടാക്കിയ സാധനമാണ്. ഇത് എന്നൊക്കെ ചേർത്ത് മമ്മി പൊടിച്ചേക്കണേ? ഇത് പൊടിച്ചേക്കണത് പട്ടയും ഗ്രാമ്പു, ഏലക്ക, തക്കോലം, കുരുമുളക്, പെരിഞ്ചീരകം, എല്ലാ സ്പൈസും തന്നെ ചേർത്ത് പൊടിച്ചു വെച്ചേക്കുന്ന അല്ലേ? വേണമെങ്കിൽ ഇത് കയ്യിൽ ഇതൊന്നും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചേക്കുന്ന ഗരം മസാല ഉപയോഗിക്കാം. ഇതാണ് ഒത്തിരിയും കൂടെ നല്ലത് അല്ലേ? നല്ല മണമൊക്കെ ഉണ്ട് ഇതിന്. ഉള്ളത് നമ്മൾ സ്വന്തം ഉണ്ടാക്കുന്നതാണ്. ഓക്കെ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഓക്കെ, മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന എണ്ണ കൂടാണ്ട് ചുമ്മാ ചട്ടിയിലിട്ട് പതുക്കെ അതിന്റെ പച്ചമണം മാറ്റി ചൂടാക്കി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഓക്കെ. മുളക് പൊടി അതും ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് പയ്യെ ചെറു തീയിൽ വെച്ച് ഒന്ന് അതിന്റെ പച്ചമണം മാറ്റി വെച്ചിരിക്കുന്നു. ഓക്കെ. പിന്നെ കുരുമുളക് പൊടി. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ. പിന്നെ ടൊമാറ്റോ എടുത്തിട്ടുണ്ടല്ലേ? ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അതെ. ഏകദേശം എന്തോരം ടൊമാറ്റോ നമ്മൾ എടുത്തിട്ടുണ്ട് മമ്മി? ചെറിയ ടൊമാറ്റോ ആയതുകൊണ്ട് ഞാൻ 2 ടൊമാറ്റോ എടുത്തു. ഓക്കെ. അല്ലെങ്കിൽ വലിയതാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഒരെണ്ണം എടുത്താലും മതി അല്ലേ? ധാരാളം മതി. ഓക്കെ. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണേന്ന് നോക്കാം. മമ്മി ഇതെങ്ങനെയാണ് ആദ്യം എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്? നേരെ കുക്ക് ചെയ്യുവാണോ? അല്ല. ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ഇടുവാണ്. ഓക്കെ. അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ പോവാണ് ഈ ചിക്കൻ ഒന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ആദ്യം മസാല ഇട്ടു. ഓക്കെ. രണ്ടാമത് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുവാണ്. ഓക്കെ. 1 ടീസ്പൂൺ കുരുമുളക് പൊടി മമ്മി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഓക്കെ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി. ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് തിരുമ്മി വെക്കുക. ഓക്കെ. അപ്പം നമ്മളത് മാരിനേറ്റ് ചെയ്യാനായിട്ട് മമ്മി ആദ്യം കുറച്ച് പൊടികൾ ഇട്ടിട്ടുണ്ട്. അതിന് 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് മമ്മി അത് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുന്ന ഭാഗമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് എത്ര നേരം വെക്കുന്നുണ്ട് മമ്മി? ഒരു അരമണിക്കൂർ ഇരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ ഏകദേശം അരമണിക്കൂർ ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് നമുക്കിതിൻ്റെ ബാക്കി പ്രിപ്പറേഷൻ കാണാം. അപ്പം നമ്മളിവിടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചേക്കുവാണ്. ആ സമയത്ത് നമ്മൾ ബാക്കി കുക്കിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാണ്. ഫ്ലെയിം ഓൺ ചെയ്തു. നമ്മൾ വലിയൊരു പാൻ വെച്ചു, അതിൽ എണ്ണ ഒഴിച്ചു. എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി മമ്മി അതിലോട്ട് ഏതാ ആദ്യം ഇടാൻ പോകുന്നത് നോക്കാം. നീ ഏതാ? ഓക്കെ. എണ്ണ നല്ലതായിട്ട് ചൂടായി. അതിലോട്ട് സവോള മമ്മി ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക്. ഓക്കെ. പച്ചമുളക് 2 എണ്ണം നമ്മൾ നേരത്തെ അത് നടുവേ കീറിയിട്ടുണ്ട്. അതാണ് മമ്മി ഇട്ട് കൊടുത്തേക്കണേ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കുവാണ് ഇടയ്ക്കൊന്ന്. അടിയിലൊക്കെ കട്ട പിടിക്കാതെ. നോൺ സ്റ്റിക്കി പാൻ ആയതുകൊണ്ട് പിടിക്കാൻ സാധ്യതയില്ല. എന്നാലും നമ്മളൊന്ന് എണ്ണ ഒഴിച്ചു കൊടുത്ത് സവോളയ്ക്കൊന്ന് ഇളക്കിയിടുവാണ്. നല്ലതായിട്ട് ഇത് വഴറ്റിയെടുക്കും അല്ലേ? നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കും. അപ്പോൾ അതിന് കുറേ സമയം എടുക്കും. അപ്പോൾ ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഒന്ന് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ നമ്മൾ സവോള ഇട്ടു, പച്ചമുളകും ഇട്ടു, ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അടുത്ത ഏതാ മമ്മി ഇടാൻ പോണേ? ഉപ്പ്. ഓക്കെ. ഉപ്പ് സവോള പെട്ടെന്ന് വഴലാനായിട്ടല്ലേ ഉപ്പിടുന്നേ?
ഓക്കെ. അപ്പം സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പിടുന്നത് അതൊരു ടിപ്പാണ്. അപ്പം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. സവോളയ്ക്ക് ആവശ്യമുള്ള ഉപ്പും ആകും, സവോള പെട്ടെന്ന് വഴന്നും കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള ഉപ്പ് മമ്മി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, അടിയിലൊക്കെ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇത് ഒത്തിരി സമയം എടുത്താണ് ഇത് വഴുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഏകദേശം ചിക്കൻ ആണെങ്കിലും നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഇരുന്ന് മാരിനേറ്റ് ചെയ്താൽ നന്നായിരിക്കും അല്ലേ മമ്മി? അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമുക്കിത് എടുക്കാനും കുറേ സമയം എടുക്കും ഇത് വഴന്ന് കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ഇത് പ്രിപ്പയർ ചെയ്യുവാണ്. ഇനി നമ്മൾ ഇതിലോട്ട് ഏതാ ആഡ് ചെയ്യണേ? ഇതിലോട്ട് ഇഞ്ചി. ഓക്കെ. അപ്പം നേരത്തെ നമ്മൾ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന ഇഞ്ചിയാണോ ആദ്യം ആഡ് ചെയ്യണേ? ഓക്കെ. അപ്പോൾ ഇഞ്ചി ആഡ് ചെയ്യാൻ പോവാണ്. നോക്കട്ടെ എന്തോരാണ്. ഓക്കെ. അപ്പോൾ 1 സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്താ മമ്മി? ഇനി വെളുത്തുള്ളി. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് വെളുത്തുള്ളിയാണ്. അതും 1 സ്പൂണാണോ? ഓക്കെ. അത് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചേക്കണേ കേട്ടോ. മറ്റേത് ചോപ്പ് ചെയ്തേക്കണേ, ഇത് സ്ലൈസ് ചെയ്തേക്കണേയാണ്. അത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, നല്ലതായിട്ട് വഴലട്ടെ അല്ലേ? കറിവേപ്പില ഇത് കഴിഞ്ഞിട്ടാണ് ഇടുന്നത്? കറിവേപ്പില കൂടെ തന്നെ. ഓക്കെ. കറിവേപ്പിലയാണ് ഇനി മമ്മി അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകണേ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുവാണ്. ഇപ്പം ഓരോന്ന് എടുത്തു കഴിയുമ്പോൾ നമ്മളൊന്ന് അടി പിടിക്കാതെ കൊടുക്കണം. അപ്പോൾ അത് ചെറുതായിട്ട് വഴന്ന് തുടങ്ങിയിട്ടുണ്ട്. ഉപ്പിട്ടേക്കണോണ്ടാണ് അത് പെട്ടെന്ന് വഴലുന്നതെന്നാണ് പറഞ്ഞത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി കറിവേപ്പില ഇടാൻ പോകും അല്ലേ? ഓക്കെ. അപ്പോൾ ഇനി കറിവേപ്പില നമ്മൾ ഇട്ട് കൊടുത്തു, ഇളക്കി കൊടുക്കാം. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ ചേർക്കുന്നുണ്ടോ അതോ പിന്നെയാണോ? ഇത് മൂത്ത് കഴിഞ്ഞതിന് ശേഷമാണ്. അത് നന്നായിട്ട് മൂത്ത് നല്ല പാകമായി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞിട്ട് മാത്രമാണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്യണം അല്ലേ? ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, ഇതൊന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ. അപ്പം നമ്മുടെ സവോള നന്നായിട്ട് വഴുന്നല്ലേ മമ്മി? ഒരു നന്നായിട്ടായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയെങ്കിലും നമ്മൾ ആക്കണം അല്ലേ? ഇത്രയെങ്കിലും ആക്കണം എന്ന് തന്നെ, എന്നാൽ ആ ടേസ്റ്റ് വരുള്ളൂ. നമ്മൾ ചിക്കൻ റോസ്റ്റിന് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ സവോളയും മറ്റേ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ലതായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി മമ്മി ഇതിലോട്ട് പൊടികൾ ഇടാൻ പോകാൻ തോന്നുന്നു. അപ്പോൾ ആദ്യം എന്നാ പൊടിയാണ് മമ്മി ഇടുന്നത്? ആദ്യം മല്ലിപ്പൊടി ഇടാൻ പോവാം. ഓക്കെ. നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന മല്ലിപ്പൊടിയാണ് മമ്മി ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കണേ. ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. ഓക്കെ. 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മമ്മി ഇപ്പോൾ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. നമ്മൾ എണ്ണയൊക്കെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന മല്ലിപ്പൊടിയാണ് അതിട്ടു. പിന്നെ 1 സ്പൂൺ മുളക് പൊടി. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തേക്കണം. അത് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്, അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടു. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി വേറെ പൊടികൾ ആഡ് ചെയ്യാനുണ്ടോ നമുക്ക്? ഇതൊന്ന് ഇളക്കി കൊടുത്തേക്കാം. ഗരം മസാല പൊടിയും കൂടി. ഓക്കെ. 1 ടേബിൾ സ്പൂൺ ആണ് ഇട്ടേക്കണം. 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്കത് അടി പിടിക്കാതെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം അതിൽ നമ്മുടെ മുളക് പൊടി അല്ലെങ്കിൽ മല്ലിപ്പൊടി രണ്ടും ഇവിടെ റോസ്റ്റ് ചെയ്ത് വെച്ചതാട്ടോ, എണ്ണ ചേർക്കാതെ നല്ലതായിട്ട് ചൂടാക്കി എടുത്തതാണ്. അപ്പോൾ അത് നന്നായിട്ട് അതാണ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തത്. അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ ഗരം മസാല, ഇവിടെ പൊടിച്ച ഗരം മസാല അതും നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പോൾ അതിൽ ഇനി ആഡ് ചെയ്യാനുണ്ടോ? മഞ്ഞൾപ്പൊടിയും കൂടെ. ഓക്കെ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ മമ്മി ഇതിലോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്യാൻ ആദ്യം നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ അതുകൂടാതെ നമ്മൾ ഈ എണ്ണയിലിട്ട് നല്ലതായിട്ട് ഇതൊന്നും കൂടെ ഒന്ന് നല്ലതായിട്ട് വഴറ്റിയെടുക്കുവാണ്. നേരത്തെ വഴന്ന് കിട്ടിയിട്ടുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി ആ മിക്സിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടികളും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. നമ്മൾ തീയൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ചേക്കുക അല്ലേ? ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കണേ. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ക്ഷമ വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല ക്ഷമയുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക.
അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയുടെ പേസ്റ്റ് ഇടാൻ പോവാം. ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ അരച്ച് വെച്ചില്ലായിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളി. അപ്പോൾ അതിൻ്റെ പേസ്റ്റ് നമുക്ക് ഇപ്പോഴാണ് ഇട്ട് കൊടുക്കണേ. നമ്മൾ ആദ്യം ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചിയും ഗാർലിക്കും ഇട്ട് കൊടുത്തേക്കണേ. അപ്പം നമ്മൾ ഇതിലോട്ട് ഏകദേശം നേരത്തെ 1 ടേബിൾ സ്പൂണോളം 1.5 ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു ആ ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളിയുടെയും കൂടെ ആ പേസ്റ്റ് അതും കൂടെ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് പേസ്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങാൻ പെട്ടെന്ന് ഇറങ്ങിക്കോളൂ അല്ലേ? പെട്ടെന്ന് ഇറങ്ങിക്കോളൂ. അപ്പോൾ അതുകൊണ്ട് അരച്ച് വെച്ച സാധനം ഏറ്റവും അവസാനമാണ്. അപ്പോൾ അതിൽ നല്ലതായിട്ട് പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വഴന്ന് കിട്ടണം. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് തക്കാളിയും കൂടെ ഇടാൻ പോവാം. ഓക്കെ. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി ഇത്രയും മസാല എല്ലാം പിടിച്ചാൽ ഇനി നമ്മൾ അതിലോട്ട് 2 തക്കാളി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചില്ലായിരുന്നു. അപ്പോൾ അതും കൂടെ മമ്മി ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതായിട്ട് മിക്സ് ചെയ്യണത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് വെന്ത് കിട്ടണമായിരിക്കും അല്ലേ? വേഗണം. ഇതിൻ്റെ എണ്ണ ഇങ്ങോട്ട് എണ്ണ തെളിഞ്ഞ് വരണം അല്ലേ? അപ്പം നമ്മൾ നേരത്തെ എണ്ണയിലിട്ടാണ് ഇതെല്ലാം വഴറ്റേക്കണം. അപ്പം എണ്ണ തെളിഞ്ഞ് വരണം. അപ്പം ഇതെല്ലാം കൂടെ നല്ലതായിട്ട് മിക്സായിട്ട് നല്ലതായിട്ട് കുക്കായിട്ട് എണ്ണ തെളിഞ്ഞ് വരണം. അതാണ് അതിൻ്റെ പാകം. ഇപ്പം തന്നെ നല്ല മണമൊക്കെ വരണം. പൊടിയൊക്കെ നല്ലതായിട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സായി ഇത് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ഷമയോടെ ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ ചിക്കൻ പീസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ മിക്സ് നല്ലതായിട്ട് വഴന്ന് നല്ല റെഡി ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ചിക്കനും കൂടി ഇട്ടാൽ മതി ഇതിലോട്ട്. അപ്പം ഇതാണ് പാകം കേട്ടോ. ഇപ്പോൾ ഇത്രയും ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് 1/2 മണിക്കൂർ എടുത്തു ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ. നല്ല ക്ഷമ വേണം. നല്ല ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് വഴന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ചിക്കൻ പീസസ് മമ്മി ഇട്ട് കൊടുക്കുവാണ്. ചിക്കനേലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എത്ര നേരം മാരിനേറ്റ് ചെയ്ത് വെക്കും അത്രയും നല്ലതായിരിക്കും അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് കൂടുതൽ നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പം നമ്മൾ ഏകദേശം ഒരു 1/4 മണിക്കൂർ ഇപ്പോൾ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സവോള എല്ലാം മിക്സ് എല്ലാം നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മമ്മി മിക്സ് ചെയ്ത് കൊടുക്കും അല്ലേ? മിക്സ് ചെയ്ത് കൊടുക്കും. ഓക്കെ. അപ്പോൾ എല്ലാം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ റോസ്റ്റിൻ്റെ മിക്സ് ഒന്ന് ചിക്കൻ കഷ്ണത്തേലൊക്കെ പിടിക്കാനായിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. പിന്നെ എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടോ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? ഇത് കുറഞ്ഞ തീയിൽ ചെറിയ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെക്കുക. ഓക്കെ. എന്നാൽ ഇതിൽ നിന്ന് വെന്ത് താനെ വെള്ളം ഇറങ്ങിക്കോളും. വെള്ളം ഒട്ടും നമ്മൾ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. വെള്ളം നമ്മൾ ഒട്ടും ഇതിൽ ചേർത്ത് കൊടുക്കണില്ല. വെള്ളം നന്നായിട്ട് ഈ ചിക്കൻ വെന്ത് ചെയ്യുമ്പോൾ വെള്ളം ചിക്കനിൽ തന്നെ ഇറങ്ങിക്കോളും എന്ന് അമ്മ പറഞ്ഞേക്കണേ അല്ലേ? കുറഞ്ഞ തീയിൽ വെക്കണം. ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കൻ വേവാൻ അനുവദിക്കണം. ഓക്കെ. ചെറിയ മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കൻ വേവാനായിട്ട് നമ്മൾ അനുവദിക്കണം. ഒട്ടും വെള്ളം ചേർക്കരുത്. ഇതിലെ തന്നെ വെള്ളം ഇറങ്ങി അതിലും ചിക്കനിലൊക്കെ ആ മസാലയൊക്കെ അതിൽ ചേർന്ന് അലിഞ്ഞ് ചേർന്ന് കഴിയുമ്പോഴാണ് ആ ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പം അതുവരെ നമുക്ക് ചിക്കൻ ഒന്ന് വേവാനായിട്ട് വെക്കാം. അതിന് മൂടി വെക്കണം നമ്മൾ. ഓക്കെ. മൂടി വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ട് വേവിക്കാം. അപ്പം നമ്മളെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലേ? ഉപ്പ് വേണമെങ്കിൽ ചിക്കൻ ഒന്ന് വെന്ത് ചെയ്യുമ്പോൾ നോക്കുക. അത് കഴിഞ്ഞിട്ട് അതനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്കിതൊന്ന് ചിക്കനൊക്കെ ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചേക്കുവാണ്. അപ്പം നമ്മുടെ എൻ പ്രോഡക്റ്റ് എന്തായെന്ന് അത് കഴിയുമ്പോൾ നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് അതിൻ്റെ ഒരു പാകം. ഒരു ഇത്രയും ഗ്രേവി ഉണ്ട് കേട്ടോ. ഗ്രേവി എന്ന് പറയാൻ പറ്റില്ല. ഒരു ചെറിയതായിട്ട് ഒരു പെരലൻ പരുവത്തിലാണ് നമുക്ക് ഇട്ടേക്കുന്നത്. ഇത് ഞങ്ങൾ കുറച്ച് അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കേണ്ടതായതുകൊണ്ട് ഇച്ചിരി ചെറിയതായിട്ടൊരു പെരലൻ പരുവത്തിൽ എടുത്തേക്കണേ. ഇപ്പം സൂപ്പർ ടേസ്റ്റാണ്. ഞങ്ങൾ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് നോക്കി. കഷ്ണത്തേലൊക്കെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഈ റോസ്റ്റ് മസാലയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. സൂപ്പറാണ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റ് അല്ല. മമ്മിയുടെ ചിക്കൻ കറി ഇവിടെ ഒരു ഭയങ്കര ഫേമസ് ചിക്കൻ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇതിനിപ്പം ഇത് ഗ്രേവി ആക്കി കറി ആക്കേണ്ടവർക്ക് വേണമെങ്കിൽ കുറച്ച് അതനുസരിച്ച് മസാല ആഡ് ചെയ്യണം. കുറച്ച് വേണമെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങൾ റോസ്റ്റ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, ഒരു പെരലം വരവും. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഞങ്ങളിവിടെ ഉണ്ടാക്കിയേക്കണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ രുചിയുടെ ലോകം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ. പിന്നെ കമൻറ്റ് അറിയിക്കുക. ട്രൈ ചെയ്ത് നോക്കിയതിൻ്റെ ഒപ്പീനിയൻ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു ആവശ്യം കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.